ദൈവത്തിൻ്റെ ത്രിയേക നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ ദിനത്തിലെ നമ്മുടെ വായനാഭാഗം സങ്കീർത്തനങ്ങൾ 37 മുതൽ 39 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 39 സങ്കീർത്തനം 13 വാക്യം. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുമ്പേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. ക്ഷണികമായ മനുഷ്യജീവിതത്തെയും ദൈവത്തിങ്കലെ പ്രത്യാശയെയും കുറിച്ചാണ് സങ്കീർത്തനങ്ങൾ 39 നാം കാണുന്നത്. ഹൃദയസ്പർശിയായ ഒരു വിലാപഗീതമാണ് ഈ സങ്കീർത്തനം. നിശബ്ദതയുടെ മൗനവ്രതത്തിൽ നിന്നും സംഭാഷണത്തിലേക്കും നിരാശയുടെ നീർക്കയത്തിൽ നിന്നും പ്രത്യാശയുടെ തുരുത്ത് കണ്ടെത്തുന്നതിൻ്റെ സന്തോഷത്തിലേക്കുമുള്ള പ്രയാണത്തിലുമാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ. ഈ പ്രയാണം സങ്കീർത്തനക്കാരനെ പക്വമായ ചില തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നു. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, നാവുകളെ സൂക്ഷിക്കുകയും മൗനം പാലിക്കുകയും ചെയ്യുക. ഇവിടെ ഈ സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ദാവീദിൻ്റെ ദൃഢമായ തീരുമാനത്തെ സൂചിപ്പിക്കുന്നു. ഇത്തരത്തിൽ മൗനമായിരിക്കുവാനുള്ള തീരുമാനമെടുക്കുന്നത് ചുറ്റിലും ദുഷ്ടസാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. ദൈവത്തെ പഴി പറയുന്ന വാക്കുകൾ തൻ്റെ നാവിൽ നിന്നും ഉതിർന്ന് പാപം ചെയ്തു പോകാതിരിക്കുവാൻ ദാവീദ് ഇവിടെ തീരുമാനമെടുക്കുന്നു. കഷ്ടതകൾ വരുമ്പോൾ ദൈവത്തിനെതിരെയോ ചുറ്റുമുള്ളവർക്കും എതിരെയോ പരാതികൾ പറയുവാൻ നമ്മുടെ നാവ് സജ്ജമാകും. അതിനാൽ ദാവീദ് ഇവിടെ വ്യത്യസ്തമായി ചിന്തിക്കുന്നു. എന്നാൽ ഈ നിശബ്ദത അദ്ദേഹത്തിൻ്റെ തന്നെ സങ്കടത്തിന് കാരണമായി തീരുന്നു. കാരണം തിന്മ ചെയ്തു പോകുമെന്ന ഭയത്താൽ നന്മയെ ദാവീദ് പരിഗണിക്കാതിരിക്കുന്നു. എന്നാൽ തൻ്റെ ധ്യാന അനുഭവം നിർണായകമായ മാറ്റങ്ങൾക്ക് കാരണമായി തീരുന്നു. അതിനാൽ നാമും നമ്മുടെ നാവുകളെ സൂക്ഷിക്കുന്നതോടൊപ്പം ക്രിയാത്മകമായ തീരുമാനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. രണ്ടാമതായിട്ട്, പാപക്ഷമയ്ക്കായും നിത്യതയ്ക്കായും ഒരുങ്ങുക. തൻ്റെ ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണം തൻ്റെ സ്വന്തം പാപങ്ങളോ ദൈവിക ശിക്ഷയോ ആകാമെന്ന് ദാവീദ് തിരിച്ചറിയുന്നു. തൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ മുഴുവൻ ദുരവസ്ഥയ്ക്ക് കാരണവും മനുഷ്യവർഗത്തിൻ്റെ പാപമാണ്. എന്നാൽ ദൈവസന്നിധിയിൽ സ്വയം നിശബ്ദനാകുവാൻ തീരുമാനിച്ചിരുന്ന ദാവീദ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, നീ നിരാശനാകരുതേ, അല്ലെങ്കിൽ നീ നിശബ്ദനാകരുതേ എന്നാണ്. തുടർന്ന് ദാവീദ് തിരിച്ചറിയുന്ന വലിയൊരു സത്യം ഇവിടെ 12 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയും ആകുന്നുവല്ലോ എന്ന്. നാം ഈ ഭൂമിയിൽ സ്ഥിരതാമസക്കാരല്ല, പിന്നെയോ വെറും യാത്രക്കാരാണ്. അതിനാൽ നമുക്കായി കർത്താവ് ഒരുക്കുന്ന നിത്യഭവനത്തിനായി നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. അതിനായി നാം നമ്മുടെ നാവുകളെ സൂക്ഷിക്കുക. ഈ ഭൂമിയിലെ പരദേശികളാണ് നാം എന്ന ബോധ്യത്തോടെ നിത്യതയ്ക്കായി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ ആയുസ്സിൻ്റെ ക്ഷണികതയെക്കുറിച്ച് ഒരു പ്രാവശ്യം കൂടെ കേൾക്കുവാൻ ഞങ്ങളെ ഇടയാക്കിയല്ലോ. അതിനാൽ ഞങ്ങളുടെ പരദേശ പ്രയാണം വിശ്വസ്തയോടെ പൂർത്തിയാക്കുവാനും അവിടുത്തെ നിത്യരാജ്യത്തിന് ഞങ്ങളെ ഓഹരിക്കാരായും തീർക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുത്തെ പുത്രൻ്റെ നാമത്തിൽ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകണമേ. ആമേൻ.